Welcome to Triple Profit Analytics Weekly Stock Market View dated 26th July. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് 28th July മുതൽ 1st August വരെയുള്ള വീക്കാണ്. നമ്മളിപ്പോൾ കാണുന്നത് കഴിഞ്ഞ ആഴ്ചയിലും മാർക്കറ്റ് ഒരു കൺസോളിഡേഷൻ്റെ ആ ബേസിലൂടെ തന്നെ കടന്നു പോകുന്നതാണ്. കഴിഞ്ഞ 4 ആഴ്ചയായിട്ട് മാർക്കറ്റ് ഒരു കറക്ഷൻ്റെ ബേസിലാണ്, പക്ഷേ കാര്യമായിട്ടുള്ള കറക്ഷൻസ് ഇല്ല. ഇപ്പോൾ നമ്മൾ കാണുന്നത് കഴിഞ്ഞ വീക്കിലെ നിഫ്റ്റിയുടെ ചാർട്ടാണ്. നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ടിൽ നമുക്ക് കാണാം, കഴിഞ്ഞ വീക്കിൽ 131 പോയിൻറ്റ്സ് താഴ്ന്നിരിക്കുകയാണ്. കഴിഞ്ഞ 4 ആഴ്ചയായിട്ടും ഒരു റെഡ് ക്യാൻഡിൽസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ വീക്കിൽ ഈ 131 പോയിൻറ്റ്സ് താഴ്ന്ന് നിഫ്റ്റി 24,837 ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ മാർക്കറ്റ് ഒരു പോസിറ്റീവ് ന്യൂസിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അടുത്തൊരു അപ്വേർഡ് മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളിപ്പോൾ കാണുന്നത് സെൻസെക്സിൻ്റെ ചാർട്ടാണ്. സെൻസെക്സ് കഴിഞ്ഞ വീക്കിൽ 81,463 ക്ലോസ് ചെയ്തിരിക്കുന്നത്. 294 പോയിൻറ്റ്സിൻ്റെ കറക്ഷനാണ് സെൻസെക്സിൽ കഴിഞ്ഞ വീക്കിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പ് ഇൻഡെക്സ് നോക്കുമ്പോൾ 1095 പോയിൻറ്റ്സ് കറക്റ്റ് ചെയ്ത് 58,009 മിഡ് ക്യാപ്പ് ഇൻഡെക്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നിഫ്റ്റിയുടെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സും കഴിഞ്ഞ വീക്കിൽ 665 പോയിൻറ്റ്സ് കൂടെ കറക്റ്റ് ചെയ്ത് 18,294 ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യൻ മാർക്കറ്റ് വരും ദിവസങ്ങളിൽ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യും എന്നുള്ളതിന് വളരെ കൃത്യമായിട്ടുള്ളൊരു സൂചനയാണ് നമ്മൾ കഴിഞ്ഞ വീക്കിൽ ഇന്ത്യയും UK-യും തമ്മിൽ നടന്ന ട്രേഡ് എഗ്രിമെൻറ്റിൻ്റെ ട്രേഡ് എഗ്രിമെൻറ്റിലേക്ക് എത്തിയിരിക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നമുക്കറിയാം, ഇപ്പോൾ US-ഉം ഇന്ത്യയും തമ്മിലുള്ള ട്രേഡ് ഡീൽ ഇതുവരെയും സൈൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അവിടെ എന്തെങ്കിലും ഒരു സെറ്റ് ബാക്ക് ഉണ്ടാകുകയാണെങ്കിൽ പോലും UK-യുമായിട്ട് വന്നിട്ടുള്ള ഈ പുതിയ ട്രേഡ് ഡീൽ വളരെ നല്ല രീതിയിൽ അതിൽ നിന്ന് വരുന്ന ഏതെങ്കിലും ഒരു ഷോർട്ട് ഫോളിനെ കവർ ചെയ്യാവുന്ന രീതിയിൽ സഹായിക്കും എന്നുള്ളതാണ് ഈ UK-യുമായിട്ടുള്ള പുതിയ ട്രേഡ് ഡീലിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഘടകം. അപ്പോൾ നമ്മൾ ഇപ്പോൾ UK-യുമായിട്ടുള്ള ഈ പുതിയ ട്രേഡ് ഡീൽ വന്നതുകൊണ്ട് നമുക്ക് 99% നമ്മൾ ഇന്ത്യയിൽ നിന്നും UK-യിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിനും നമുക്ക് താരിഫ് ഇല്ലാതെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ 0% താരിഫിൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ടുള്ള ഘടകം. അതിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഏറ്റവും ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുക, ഇതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ലഭിക്കാൻ പോകുന്നത് ടെക്സ്റ്റൈൽ സെക്ടറിലെയും അതുപോലെ ലെതർ, ജെം ആൻഡ് ജ്വല്ലറി, അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ, അഗ്രികൾച്ചർ എന്നീ സെക്ടറിലൊക്കെ ഉള്ള കമ്പനികൾക്കായിരിക്കും വളരെ നല്ല രീതിയിലുള്ളൊരു ബെനിഫിറ്റ്സ് വരും ദിവസങ്ങളിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അതിൽ തന്നെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഇപ്പോഴത്തെ ഈ ട്രേഡ് ഡീല് മൂലം ഒരു $34 ബില്യൺ എക്സ്പോർട്ട് കൂടും എന്നുള്ളതാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അത് ഇനിയും വരും ദിവസങ്ങളിൽ വലിയ രീതിയിലേക്കുള്ള ഉയർച്ച നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിലേറ്റവും നമ്മൾ ഏറ്റവും ഈ ട്രേഡ് ഡീലിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗെയിൻ നേടുന്ന സെക്ടർ ടെക്സ്റ്റൈൽ സെക്ടറാണ്. ടെക്സ്റ്റൈൽ സെക്ടറിൽ ഒരു 10 to 12% താരിഫാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശും പാകിസ്ഥാനും അതുപോലെ കംബോഡിയ പോലുള്ള രാജ്യങ്ങളൊക്കെ ആയിട്ട് കോമ്പീറ്റ് ചെയ്യാനായിട്ട് നമ്മൾക്ക് കുറച്ച് ഇതൊരു റെസ്ട്രിക്ഷൻ ആയിരുന്നു എന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ ഇന്ത്യൻ ടെക്സ്റ്റൈൽസിന് UK-യിലേക്കുള്ള വലിയ ഒരു എക്സ്പോർട്ടിൽ ഇൻക്രീസ് വരാനുള്ളൊരു പോസിബിലിറ്റി നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ടെക്സ്റ്റൈൽ എക്സ്പോർട്സ് വരും ദിവസങ്ങളിൽ ഡബിൾ ആവും എന്ന് തന്നെയാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്. അതിൽ അങ്ങനെ വരികയാണെങ്കിൽ ഇന്ത്യയിൽ നമുക്കറിയാം കുറേയധികം ടെക്സ്റ്റൈൽ സ്റ്റോക്കുകൾ ബംഗ്ലാദേശിന് ഈ ടെക്സ്റ്റൈൽ സെക്ടറിലുള്ള എക്സ്പോർട്സിൽ വലിയൊരു തിരിച്ചടി വന്നതിന് ശേഷം ഇന്ത്യൻ ടെക്സ്റ്റൈൽ സ്റ്റോക്കുകളെല്ലാം വളരെ നല്ല രീതിയിലാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളതല്ലേ. അപ്പോൾ അതിനുശേഷം ഈ ടെക്സ്റ്റൈൽ സ്റ്റോക്കുകൾ UK-യിലേക്കുള്ള ഈ എൻട്രിയോടുകൂടി എല്ലാവരുടെയും എല്ലാ നല്ല കമ്പനികളിലും
യു കെയിലേക്ക് എക്സ്പോർട്ട്സ് ചെയ്യുന്നുണ്ട്. കുറേ കൂടിയും പ്രോഫിറ്റബിളായിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ ഈ ലിസ്റ്റഡ് കമ്പനികളുടെ എല്ലാം പ്രൈസുകളിൽ നല്ല രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് നമ്മൾക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ വളരെ ബെനിഫിറ്റ് വരാൻ പോകുന്ന മറ്റൊരു സെക്ടറാണ് കെമിക്കൽ സെക്ടർ. കെമിക്കൽ സെക്ടർ ഓൾറെഡി നമുക്കറിയാം വളരെ നല്ല രീതിയിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സെക്ടറാണ്. അത് യു കെയിലേക്കുള്ള എക്സ്പോർട്ട് വരും ദിവസങ്ങളിൽ നമ്മൾ ഒരു 30-40% ഒക്കെ ഇൻക്രീസ് വരും എന്ന് തന്നെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ 25-26 തന്നെയുള്ള എക്സ്പോർട്ട് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഒരു $750 മില്യൺ മൂവ് ചെയ്യുമെന്ന് തന്നെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് വലിയൊരു നമുക്കൊരു വളരെ പോസിറ്റീവായിട്ടുള്ള, ഓൾറെഡി നമുക്കറിയാം കുറേയധികം നമ്മുടെ കെമിക്കൽ സെക്ടറിലുള്ള കമ്പനികൾ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ഈവൻ പല സ്റ്റോക്കുകളും 2000 മുകളിലൊക്കെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ. അപ്പോൾ അവർക്ക് കൂടുതൽ ഇൻകം റവന്യൂ വരാവുന്ന രീതിയിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ട്രേഡ് ഡീൽ നൽകുന്നത്. നമുക്ക് മറ്റൊരു വളരെ കൂടുതൽ ബെനിഫിറ്റ് വരുന്ന ഒരു സെക്ടറാണ് ഫാർമ കമ്പനികൾ എന്നുള്ളത്. നമുക്കറിയാം ഓൾറെഡി ജനറിക്സ് എന്നുള്ള സെഗ്മെൻറ്റിൽ ഇന്ത്യൻ ഫാർമ കമ്പനീസ് വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനികളാണ്. ഗ്ലോബലി തന്നെ വളരെ നല്ല ഇന്ത്യൻ ജനറിക് പ്രോഡക്ട്സിന് ഫാർമ സെക്ടറിലുള്ള കമ്പനികൾക്ക് വളരെ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിൽ യൂറോപ്പിലേക്ക് എസ്പെഷ്യലി നമ്മൾക്കറിയാം യുയിലേക്ക് പുറത്ത് നോക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ടിലേക്കാണ്, യു കെയിലേക്കാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇത് വളരെ നല്ല രീതിയിലേക്ക് നമുക്ക് ബിസിനസ്സിന് ഗ്രോ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ ടെക്നോളജി ആൻഡ് ഇലക്ട്രോണിക്സ് എന്നുള്ള ആ ഡിവിഷനിൽ നിന്നും ആ സെക്ടറിൽ നിന്നുള്ള കമ്പനികൾക്കും വളരെ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ചെയ്യുന്നത് ഒരു $32 ബില്യൺ ബിസിനസ്സാണ് എന്നുണ്ടെങ്കിൽ അതൊരു 15-20% ഇൻക്രീസാണ് നമ്മൾ വരും ദിവസങ്ങളിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇലക്ട്രോണിക് എക്സ്പോർട്ട്സും വളരെ നല്ല രീതിയിൽ ഈ സീറോ ഡ്യൂട്ടി റെജിം വരുന്നതോടുകൂടി നമുക്ക് വരും എന്ന് തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതുപോലെ മറ്റൊരു സെക്ടർ ജെം ആൻഡ് ജ്വല്ലറി എന്നുള്ള സെക്ടർ നമുക്കറിയാം. നമ്മൾക്ക് കറൻ്റ്ലി നമ്മളൊരു $941 മില്യൺ എക്സ്പോർട്ട്സ് മാത്രമാണ് നമുക്ക് യു കെയിലുള്ളൂ. അതേസമയം യു കെയുടെ ഇമ്പോർട്ട് മാർക്കറ്റ് എന്ന് പറയുന്നത് $3 ബില്യൺ ഒരു മാർക്കറ്റാണ് യു കെയിലുള്ളത്. അതിലേക്ക് നമുക്ക് കുറേ കൂടി വളരെ കൂടുതൽ നമുക്ക് പെനട്രേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെ നമുക്കിതിൽ നിന്നും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഈ 0% ഡ്യൂട്ടി ജെം ആൻഡ് ജ്വല്ലറി സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു സെക്ടറാണ്. കാരണം ഇന്ത്യ വളരെ നല്ല രീതിയിൽ US മറ്റും എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സെക്ടറാണ് ജെം ആൻഡ് ജ്വല്ലറി സെക്ടർ. അതുപോലെ അഗ്രികൾച്ചർ എക്സ്പോർട്ട്സ് നമുക്ക് ഒരു 20%-ലധികം ഗ്രോ ചെയ്യുമെന്ന് തന്നെയാണ് അടുത്തൊരു 3 വർഷം കൊണ്ട് നമ്മൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്. അതുകൊണ്ട് തന്നെ അഗ്രികൾച്ചർ സെക്ടറും വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുമെന്നും നമുക്ക് ഇന്ത്യയുടെ ഒരു അംബീഷ്യസ് ടാർഗറ്റായിട്ടുള്ള $100 ബില്യൺ അഗ്രി എക്സ്പോർട്ട്സ് 2030 എത്താനുള്ള ഇന്ത്യയുടെ ആ ഒരു ടാർഗറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് ഈ ഒരു ട്രേഡ് ഡീൽ ഹെൽപ്പ് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ഈ യു കെയും ഇന്ത്യയും തമ്മിലുള്ള ട്രേഡ് ഡീൽ സൈൻ ചെയ്തു എന്നുണ്ടെങ്കിലും നമ്മുടെ മാർക്കറ്റ് നെഗറ്റീവായിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തത്. എസ്പെഷ്യലി ഫ്രൈഡേ വളരെ വലിയൊരു കറക്ഷനോടുകൂടിയാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ ഒരുപക്ഷെ നമ്മൾ എന്തുകൊണ്ടാണ് ഇതിനോട് ഇന്ത്യൻ മാർക്കറ്റ് പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യാതിരുന്നത് എന്ന് ഒരുപക്ഷെ നമ്മുടെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ വന്നേക്കാം. അതിൽ പ്രധാനപ്പെട്ടൊരു കാരണം നമുക്കറിയാം ഗ്ലോബൽ മാർക്കറ്റ്സിലുള്ള ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ യു കെയിലെ ഈ ഡീല് നമ്മൾ കഴിഞ്ഞ ദിവസം സൈൻ ചെയ്തു എന്നുണ്ടെങ്കിലും ഒരു 6 months to 1 year ഒക്കെ പീരീഡ് എടുക്കും പാർലമെൻറ്റിൻ്റെയൊക്കെ അപ്രൂവൽ യു കെയിൽ അതിന് ലഭിച്ച് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഇല്ലാത്തതുകൊണ്ടും ആണ് മാർക്കറ്റ് കഴിഞ്ഞ വീക്കിൽ അതിനോട് വളരെ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യാതിരുന്നത്. പക്ഷേ ഇന്ത്യൻ എക്കണോമി സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ട്രേഡ് ഡീലിന് വലിയ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഘടകം തന്നെയാണ്. വരും ദിവസങ്ങളിൽ ഈ ഒരു ട്രേഡ് ഡീല് യുഎസിനെ സംബന്ധിച്ചിടത്തോളം സിമിലറായിട്ടുള്ളൊരു ട്രേഡ് ഡീലിന്
ഇന്ത്യയായിട്ട് സൈൻ ചെയ്യാനായിട്ട് US-നും ഒരു കമ്പൽ ചെയ്യുന്നൊരു ഘടകമായിട്ട് മാറാനും സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ട്രേഡ് ഡീല് ഇതുപോലെയുള്ള US-ൻ്റെ ഒരു താരിഫ് ഭീഷണിയൊക്കെ നിൽക്കുന്ന സമയത്ത് സൈൻ ചെയ്യാൻ സാധിച്ചത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. വരും ദിവസങ്ങളിൽ നമുക്ക് US-ആയിട്ടും ഇതുപോലെ തന്നെ ട്രേഡ് ഡീലിലൂടെ സൈൻ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് വളരെ ഫേവറബിൾ ആയിട്ടുള്ളൊരു നിലയിലേക്ക്, അതായത് നിഫ്റ്റിയൊക്കെ ഒരു 28,000 ലെവലിലേക്കൊക്കെ ഒരു മൂവ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം എല്ലാവരും മൈൻഡിൽ കീപ്പ് ചെയ്യുക. അതുപോലെ കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് റിസൾട്ട്സ് ഡിക്ലെയർ ചെയ്ത കമ്പനികളിൽ നോക്കുമ്പോൾ ഡിക്സൺ ടെക്നോളജീസ് എന്നുള്ള കമ്പനി വളരെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഡിക്ലെയർ ചെയ്യുകയുണ്ടായി. 280.02 crores ഒരു വളരെ നല്ലൊരു റിസൾട്ടാണ്. ഓൾമോസ്റ്റ് 100% നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയർ കൂടിയാണ് കമ്പനി ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. എന്തായാലും അതുപോലെ തന്നെ കമ്പനിയുടെ റവന്യൂ അതുപോലെ തന്നെ ഓൾമോസ്റ്റ് ഒരു 95% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഡിക്സൺ ടെക്നോളജീസ് നമുക്കറിയാം വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഈ കമ്പനി വരും ദിവസങ്ങളിലും വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ളൊരു കമ്പനിയാണ്. നമുക്ക് കാണാം ഡിക്സൺ ടെക്നോളജീസ് കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 16,700 ലെവലിൽ വന്നാണ്. കമ്പനിയുടെ ഡിക്സൺ ടെക്നോളജീസിൻ്റെ റിസൾട്ടിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് നോക്കുകയാണെങ്കിൽ അടുത്തൊരു റെസിസ്റ്റൻസ് ലെവലായിട്ടുള്ള 18,260 ലെവലിലേക്കൊക്കെ ഒരു പക്ഷേ മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉള്ളൊരു കമ്പനിയാണ് ഡിക്സൺ ടെക്നോളജീസ്. അതുപോലെ കഴിഞ്ഞ വീക്കിൽ വന്ന മറ്റൊരു റിസൾട്ടാണ് ICICI ലോംബാർഡ് ജനറൽ ഇൻഷുറൻസ് എന്നുള്ള കമ്പനി. ഈ കമ്പനി 28.7% ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റിൽ ഇൻക്രീസ് ഡിക്ലെയർ ചെയ്ത് 747 crores ആണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നെറ്റ് പ്രീമിയം ആൻഡ് നമുക്കറിയാം 14% ഉയർന്ന് 5,136 crores വന്നിട്ടുണ്ട്. ICICI ലോംബാർഡ് ജനറൽ ഇൻഷുറൻസിൻ്റെ ചാർട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. കമ്പനി കഴിഞ്ഞ വീക്കിൽ 1921 ക്ലോസ് ചെയ്തിരിക്കുന്നത്. 2300 ലെവലിലൊക്കെ ട്രേഡ് ചെയ്തിരുന്ന ഈ കമ്പനി ഒരു കറക്ഷൻ ശേഷം ഇപ്പോൾ വീണ്ടും ഒരു അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ഈ റിസൾട്ടോടുകൂടി മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ മറ്റൊരു കമ്പനി പെർസിസ്റ്റന്റ് സിസ്റ്റംസ് എന്ന കമ്പനി 38.7% ഇൻക്രീസാണ് നെറ്റ് പ്രോഫിറ്റിൽ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. 425 ക്രോർസിൻ്റെ നെറ്റ് പ്രോഫിറ്റാണ് കമ്പനി ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. പെർസിസ്റ്റന്റ് സിസ്റ്റംസിൻ്റെ റവന്യൂ 21.8% ഉയർന്ന് 3,333.59 ക്രോർസിൻ്റെ റവന്യൂ ആണ് കമ്പനി ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് പെർസിസ്റ്റന്റ് സിസ്റ്റംസിൻ്റെ ചാർട്ടാണ്. നമുക്ക് കാണാം ഈ കമ്പനി വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിരുന്ന ഒരു കമ്പനിയാണ്. ഓൾമോസ്റ്റ് 6,700 ലെവലിൽ നിന്നൊക്കെ ഉള്ള ഒരു കറക്ഷന് ശേഷം കഴിഞ്ഞ വീക്കിൽ 5,150 കമ്പനിയുടെ സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പോസിബിലിറ്റി ഉള്ള ഒരു കമ്പനിയാണ്. ഈ പെർസിസ്റ്റന്റ് സിസ്റ്റംസ് എന്നുള്ള ഒരു കമ്പനി ഒരു സമയത്ത് അധികം പേർക്കൊന്നും അറിയാതിരുന്നൊരു ആയിരുന്നു. ആ സമയത്ത് ഈ കമ്പനിയുടെ പ്രോഡക്ട്സും ബിസിനസ്സിൻ്റെ മോഡലെല്ലാം കണ്ടത് ഇന്റർനാഷണലി ഈ കമ്പനിക്ക് വളരെ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം ഞാനൊരു 600 ലെവലിലേക്ക് ഈ കമ്പനിയിൽ ഞാൻ എൻ്റർ ചെയ്തിരുന്നതാണ്. പക്ഷേ ഈ കമ്പനിയുടെ സ്റ്റോക്ക് ഒരു 800 ലെവലിലേക്ക് എത്തിയതിന് ശേഷം കുറേ സമയം അവിടെ കൺസോളിഡേറ്റ് ചെയ്തിരുന്നു. ആ സമയത്ത് സ്റ്റോക്കിന് ഞാൻ അവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഉണ്ടായൊരു സ്റ്റോക്കാണ് പെർസിസ്റ്റന്റ് സിസ്റ്റംസ്. പക്ഷേ ആ സ്റ്റോക്ക് അതിന് ശേഷം വളരെ വലിയൊരു പെർഫോമൻസോടുകൂടി മോർ ദാൻ 6,000 മൂവ് ചെയ്യുകയുണ്ടായി. അപ്പോൾ നമുക്ക് ചില കമ്പനികൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്താലും ഒരുപക്ഷെ നമുക്ക് ആ കമ്പനിയുടെ റാലി ഒരുപക്ഷെ നമ്മൾ കാണിക്കുന്ന ഏതെങ്കിലും മിസ്റ്റേക്കുകൾ മൂലം നമുക്ക് നഷ്ടപ്പെടാറുമുണ്ട്. അതെല്ലാം സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അത് നമ്മുടെ എക്സ്പീരിയൻസിലേക്ക് നമ്മൾ ആഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ ഈ എക്സ്പീരിയൻസ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ പെർസിസ്റ്റന്റ് സിസ്റ്റംസിൻ്റെ ഒരു ടാർഗറ്റായിട്ട് നുവാമ എന്നുള്ള ബ്രോക്കിംഗ് ഹൗസ് കഴിഞ്ഞ ദിവസം ഒരു 6,600 ഒരു ടാർഗറ്റ് നൽകുകയുണ്ടായി. എന്തായാലും നമുക്ക് ഈ ബ്രോക്കറേജിൻ്റെയും ഒരു അപ്ഗ്രേഡിങ് വന്നതുകൊണ്ടുമൊക്കെ
പെർസിസ്റ്റൻസും വരും ദിവസങ്ങളിൽ ഒരു 6600 ലെവലിലേക്കൊക്കെയുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ കഴിഞ്ഞ വീക്കിൽ റിസൾട്ട് ഡിക്ലെയർ ചെയ്ത മറ്റൊരു കമ്പനിയാണ് ഫോഴ്സ് മോട്ടോഴ്സ് എന്നുള്ള കമ്പനി. ഈ കമ്പനി വെഡ്നെസ്ഡേയിൽ 20% വരുന്ന ഒരു 52 വീക്ക് ഹൈ ആയിട്ടുള്ള 20,563 വരികയുണ്ടായി. അപ്പോൾ നമുക്കറിയാം ഫോഴ്സ് മോട്ടോഴ്സ് നമുക്കൊരു വർഷം മുമ്പ് 10,000 താഴെയൊക്കെ ട്രേഡ് ചെയ്തിരുന്ന സ്റ്റോക്കായിരുന്നു. ഇപ്പോൾ നിയർലി 20,000 കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നത്. കമ്പനി ഫോഴ്സ് മോട്ടോഴ്സ് നെറ്റ് പ്രോഫിറ്റ് ഡിക്ലെയർ ചെയ്തപ്പോൾ 52% വരുന്ന 176.33 crores നെറ്റ് പ്രോഫിറ്റാണ് ഫോഴ്സ് മോട്ടോഴ്സ് ഡിക്ലെയർ ചെയ്തത്. അതുപോലെ 21.9% റവന്യൂവിലുള്ള ഇൻക്രീസും ആണ് കമ്പനി ഡിക്ലെയർ ചെയ്തത്. എന്തായാലും വളരെ നല്ല രീതിയിലുള്ള പെർഫോമൻസാണ് ഫോഴ്സ് മോട്ടോഴ്സ് കഴിഞ്ഞ ദിവസത്തിൽ ഡിക്ലെയർ ചെയ്തത്. അതിനുശേഷം സ്റ്റോക്കിൽ കഴിഞ്ഞ ഫ്രൈഡേയിലെല്ലാം ഒരു ഷാർപ്പായിട്ടുള്ളൊരു കറക്ഷൻ കാണുകയുണ്ടായി. അപ്പോൾ നമ്മൾ കാണുന്ന ഫോഴ്സ് മോട്ടോഴ്സിൻ്റെ ചാർട്ടാണ്. നമുക്ക് കാണാൻ സാധിക്കും ഫോഴ്സ് മോട്ടോഴ്സ് കഴിഞ്ഞ ദിവസത്തിൽ തേഴ്സ്ഡേയോടുകൂടി 20,500 ലെവലിലേക്ക് മൂവ് ചെയ്തിരിക്കുന്നു. അതിനുശേഷം കഴിഞ്ഞ ഫ്രൈഡേയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 17,870 ലെവലിലുമാണ്. അതുപോലെ നമ്മളെല്ലാ വീക്ക്ലി വീഡിയോയിലും നമ്മളിപ്പോൾ മാർക്കറ്റിൻ്റെ ട്രെൻഡ് മിഡ് ക്യാപ്പുകളൊക്കെ കൂടുതൽ പെർഫോം ചെയ്യുന്നത് കുറച്ച് ഹൈ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളായതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെയുള്ള സ്റ്റോക്കുകളെ കുറിച്ച് സംസാരിക്കാറുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നൊരു 4 ഹൈ വാല്യൂഡ് ആയിട്ടുള്ള ഇതുപോലെയുള്ള സ്റ്റോക്കുകളാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഫീനിക്സ് മിൽസ് എന്നുള്ള കമ്പനിയാണ്. റിയാലിറ്റി സെക്ടറിൽ നിന്നുള്ള കമ്പനി കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഒരു 1,525 നമുക്ക് കാണാം. ഫ്രൈഡേയിൽ സ്റ്റോക്ക് ഒരു അപ്വേർഡ് ടിക്കോട് കൂടിയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫീനിക്സ് മിൽസ് വരും ദിവസങ്ങളിൽ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി ഉള്ള ഒരു കമ്പനിയാണ്. അതുപോലെ മറ്റൊരു കമ്പനിയാണ് SBI ലൈഫ് എന്നുള്ള ലൈഫ് ഇൻഷുറൻസ് ഇൻഡസ്ട്രി എന്നുള്ള കമ്പനി. SBIയുടെ സബ്സിഡിയറി ആയിട്ടുള്ള കമ്പനിയാണ് SBI ലൈഫ്. ഈ സ്റ്റോക്ക് കഴിഞ്ഞ ദിവസത്തിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 1,832 SBI ലൈഫും നമ്മുടെ വാച്ച് ലിസ്റ്റ് കീപ്പ് ചെയ്യേണ്ട ഒരു സ്റ്റോക്കാണ്. അതുപോലെ മറ്റൊരു സ്റ്റോക്കാണ് കോഫോർജ് എന്നുള്ള കമ്പനി. കോഫോർജ് IT കൺസൾട്ടിങ് ആൻഡ് സോഫ്റ്റ്വെയർ എന്നുള്ള ഇൻഡസ്ട്രി എന്നുള്ള കമ്പനിയാണ്. കഴിഞ്ഞ ദിവസത്തിലൊരു കറക്ഷനോട് കൂടി കഴിഞ്ഞ വീക്കിലൊരു കറക്ഷനോട് കൂടി 1,688 കോഫോർജ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കോഫോർജും വരും ദിവസങ്ങളിൽ ഇൻഡസ്ട്രിയുടെ ഒരു അപ്വേർഡ് ടിക്കോട് കൂടി മുകളിലേക്ക് മൂവ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. അതുപോലെ മറ്റൊരു സ്റ്റോക്കാണ് ലുബിൻ ലിമിറ്റഡ് എന്നുള്ള കമ്പനി. ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി എന്നുള്ള കമ്പനി ഈ പുതിയതായിട്ട് നമ്മളിപ്പോൾ UK ആയിട്ടുള്ള ഈ ട്രേഡ് ഡീലിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വളരെ നല്ല രീതിയിൽ ഇനിയും പെർഫോം ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. ലുബിൻ കഴിഞ്ഞ ഫ്രൈഡേയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 1,951 ലുബിൻ നമുക്കൊരു 20%-ലധികമൊക്കെ വരും ദിവസങ്ങൾ മൂവ് ചെയ്യും എന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. അതുപോലെ ഞങ്ങളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡയമണ്ട് പിക്ക് 30 ഞങ്ങൾ ഈ വീക്കിൽ റിലീസ് ചെയ്യുന്നുണ്ട്. അതിൽ ആ സ്റ്റോക്കിൻ്റെ സബ്സ്ക്രിപ്ഷൻ പ്രീ ബുക്കിംഗ് ആണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിരുന്നത്. ഇനിയും നിങ്ങൾക്ക് പ്രീ ബുക്ക് ചെയ്യാനായിട്ട് അടുത്ത 2-3 ദിവസം കൊണ്ട് നമുക്ക് ചെയ്യാനുള്ള ദിവസങ്ങളുണ്ട്. അതുപോലെ ഞങ്ങളുടെ ഡയമണ്ട് പിക്ക് സീരീസ് പോലെ തന്നെ മറ്റൊരു സീരീസാണ് ഗോൾഡൻ പിക്ക് സീരീസ് എന്നുള്ള ഒരു സീരീസ്. അതിൽ ഗോൾഡൻ പിക്ക് 11 ഞങ്ങൾ ബൈ റെക്കമെൻഡേഷൻ നൽകിയ ആ ലെവലിൽ തന്നെയാണ് ഇപ്പോഴും ട്രേഡ് ചെയ്യുന്നത്. അതിലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഇപ്പോഴും ഉണ്ട്. അതുപോലെ ഞങ്ങൾ കഴിഞ്ഞ വീക്കിലെ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത സ്റ്റോക്കുകളുടെ ഒരു ലിസ്റ്റ് എടുത്തപ്പോൾ നമുക്ക് കാണാൻ സാധിച്ച സ്റ്റോക്കുകൾ എറ്റേണൽ എന്നുള്ള സ്റ്റോക്ക് ഒരു 19% ഉയർന്നുള്ള ഒരു ക്ലോസിംഗ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഒലക്ട്ര ഗ്രീൻ ടെക് 16% ഉയർന്നും, ഗുജറാത്ത് മിനറൽ 14% ഉയർന്നും, ഗ്രാവിറ്റ 9% ഉയർന്നും, 197 കമ്മ്യൂണിക്കേഷൻസ് 6% ഉയർന്നും, ഗോദ്രേജ് ആഗ്രോവിറ്റ് 6% ഉയർന്നും, ഹോം ഫസ്റ്റ് ഫിനാൻസ് 6% ഉയർന്നും, സ്വിഗ്ഗി 5% ഉയർന്നും, ശ്യാം മെറ്റാലിക്സ് 5% ഉയർന്നും, ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ 5% ഉയർന്നും, ഫോർട്ടിസ് ഹെൽത്ത് കെയർ 4% ഉയർന്നും, UPL 4% ഉയർന്നും, ഇൻഫോ എഡ്ജ് 4% ഉയർന്നും, ICICI ബാങ്ക് 4% ഉയർന്നും, കോറമെൻ്റൽ 4% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. ഈ സ്റ്റോക്കുകളെല്ലാം ഒരു അപ്റ്റിക്കിലുള്ള സ്റ്റോക്കുകളായതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്റ്റോക്കുകൾ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ നമുക്ക് കീപ്പ് ചെയ്യാം. അതുപോലെ കഴിഞ്ഞ ആഴ്ചയിൽ 4 ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡാറ്റ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും 4 ഇൻസ്റ്റിറ്റ്യൂഷൻസ് 13,552.9 crores സെല്ലേഴ്സ് ആയിരുന്നു. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 17,932.4 crores ഹെവി ആയിട്ടുള്ള ബയേഴ്സും ആയിരുന്നു. നെക്സ്റ്റ് നമുക്ക് നിഫ്റ്റിയുടെ
അനാലിസിസിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ കഴിഞ്ഞ വീക്കിലെ ട്രേഡിംഗ് പാറ്റേൺ ആണ്. 18th ജൂലൈയിൽ നിഫ്റ്റി ക്ലോസ് ചെയ്തിരുന്നത് 24,968 21st ജൂലൈയിൽ നിഫ്റ്റി 122 പോയിൻറ്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. 22nd ജൂലൈയിൽ 29 പോയിൻറ്റ്സ് താഴ്ന്നും 23rd ജൂലൈയിൽ 159 പോയിൻറ്റ്സും ഉയർന്നും 24th ജൂലൈയിൽ 157 പോയിൻറ്റ്സ് താഴ്ന്നും 25th ജൂലൈയിൽ 225 പോയിൻറ്റ്സ് താഴ്ന്നും നിഫ്റ്റി ഈ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,837 കഴിഞ്ഞ വീക്കിൽ നിഫ്റ്റിയുടെ ലോസ് 131 പോയിൻറ്റ്സ് ആണ്. അതുപോലെ നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ടാണ്. മന്ത്ലി ചാർട്ടിൽ നമുക്ക് കാണാം ജൂലൈ മന്തിൽ 131 പോയിൻറ്റ്സിൻ്റെ ലോസ് കൂടെ ആഡ് ചെയ്ത് ഇപ്പോൾ 680 പോയിൻറ്റ്സിൻ്റെ ലോസ് ആയിട്ടുണ്ട് ഈ മന്തിൽ എന്നുള്ളത് നമുക്ക് കാണാം. എന്തായാലും കഴിഞ്ഞ 4 ഗ്രീൻ കാൻഡലിന് ശേഷം 4 മാസങ്ങളായിട്ടും ഗ്രീൻ ക്ലോസിങ് ലഭിച്ചതിന് ശേഷം നമുക്ക് ജൂലൈ മന്തിൽ ഒരു നെഗറ്റീവ് ട്രെൻഡിലുള്ള ഒരു ക്ലോസിങ്ങിലേക്കാണ് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ടിൽ നമ്മൾ പ്രധാനപ്പെട്ട DMAs മാർക്ക് ചെയ്തിരിക്കുമ്പോൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും 200 DMA വരുന്നത് 24,057 100 DMA 24,263 50 DMA വരുന്നത് 25,056 20 DMA വരുന്നത് 25,259 ആയിരിക്കും. എന്തായാലും മാർക്കറ്റിൻ്റെ ഈ ഒരു കറക്ഷൻ നമുക്കറിയാം 200 DMA ലെവൽ വരെ മാക്സിമം ഒരു കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ വരുവുള്ളൂ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 200 DMA ആയിട്ടുള്ള 24,057 എന്നുള്ളൊരു ലെവൽ എല്ലാവരും മൈൻഡിൽ കീപ്പ് ചെയ്യുക. കാരണം 200 DMAs ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ്സ് എപ്പോഴും ഇതുപോലെയുള്ള ബുള്ളിഷ് മാർക്കറ്റുകളിൽ ഷാർപ്പായിട്ടുള്ള റിക്കവറികൾ വരാറുണ്ട്. അതുകൊണ്ട് 200 DMA വരുന്ന 24,057 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലെവലാണ്. അതുപോലെ നമ്മൾ ഡെയിലി ചാർട്ടിൽ പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ മാർക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാം പിവറ്റ് പോയിൻ്റ് ആയിട്ട് നിൽക്കുക 24,963 ആയിരിക്കും. അതിന് മുകളിൽ റെസിസ്റ്റൻസ് ലെവലുകളായിരിക്കുക 25,219 25,403 25,559 25,966 26,416 അതുപോലെ 27,162 എന്നീ ലെവൽസ് ആയിരിക്കും. അതുപോലെ 24,963 താഴെ സപ്പോർട്ട് ലെവലുകൾ 24,770 24,523 24,023 അതുപോലെ 23,573 എന്നീ ലെവൽസ് ആയിരിക്കും. അതുപോലെ നമ്മൾ നെക്സ്റ്റ് വീക്കിലേക്ക് ഒരു ട്രേഡിംഗ് റേഞ്ച് ഫിക്സ് ചെയ്യുമ്പോൾ അപ്പർ റേഞ്ച് 25,966 ലോവർ റേഞ്ച് 24,023 സമയം പിവറ്റ് പോയിൻ്റ് ആയിട്ട് നിൽക്കുക 25,963 ആയിരിക്കും. അടുത്തായി നമുക്കിനി നെക്സ്റ്റ് വീക്കിലെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ സ്റ്റോക്ക് ഓഫ് ദി വീക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒലക്ട്ര ഗ്രീൻ ടെക് എന്ന സ്റ്റോക്കാണ്. കഴിഞ്ഞ വീക്കിൽ ഈ സ്റ്റോക്ക് ഒരു ടെക്നിക്കൽ ബ്രേക്കൗട്ടോടുകൂടി 1480 ലെവലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ലെവലിന് മുകളിലേക്ക് ഒലക്ട്ര മൂവ് ചെയ്യുകയാണെങ്കിൽ അടുത്ത റെസിസ്റ്റൻസ് 1630 ആണ്. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ സ്റ്റോക്ക് ഓഫ് ദി പിക്ക് ഒലക്ട്ര ഗ്രീൻ ടെക് ആണ്. അതുപോലെ നമ്മുടെ ഇന്നത്തെ ട്രിപ്പിൾ ടെക്നിക്കൽ പിക്കായിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്ക് ആപ്റ്റൂസ് വാല്യൂ ഹൗസിംഗ് ഫിനാൻസ് എന്നുള്ള കമ്പനിയാണ്. ഈ കമ്പനി കഴിഞ്ഞ വീക്കിൽ ഒരു 348 ലെവലിലേക്ക് മൂവ് ചെയ്താണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ 348 മുകളിലേക്ക് ആപ്റ്റൂസ് വാല്യൂ ഹൗസിംഗ് ഫിനാൻസ് മൂവ് ചെയ്യുകയാണെങ്കിൽ അടുത്ത റെസിസ്റ്റൻസ് 385 ആണ്. അതുകൊണ്ട് നമുക്ക് ആപ്റ്റൂസ് വാല്യൂ ഹൗസിംഗ് ഫിനാൻസും നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റ് കീപ്പ് ചെയ്യാം. അതുപോലെ നമുക്ക് അടുത്ത ആഴ്ചയിലേക്കുള്ള സ്റ്റോക്സ് വിത്ത് ടെക്നിക്കൽ ബ്രേക്കൗട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ സ്റ്റോക്കുകൾ എറ്റേണൽ ലിമിറ്റഡ്, പാരദീപ് ഫോസ്ഫേറ്റ്സ്, LG എക്യുപ്മെൻറ്റ്സ്, ഗ്രാവിറ്റ, അതുപോലെ സിപ്ല എന്നീ സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകളും ഒരു അപ്വേർഡ് ട്രെൻഡിലുള്ള സ്റ്റോക്കുകളായതുകൊണ്ട് നമുക്ക് ഈ സ്റ്റോക്കുകളെ നമ്മുടെ വാച്ച് ലിസ്റ്റ് കീപ്പ് ചെയ്യാം. താങ്ക് യു. സെബി നൽകുന്ന രജിസ്ട്രേഷനും നിസം സർട്ടിഫിക്കേഷനും റിസർച്ച് അനലിസ്റ്റിൻ്റെ പ്രകടനത്തിന് ഒരു ഉറപ്പും നൽകുന്നില്ല. സെക്യൂരിറ്റീസ് മാർക്കറ്റുകളിലെ നിക്ഷേപം നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവം വായിക്കുക. ഇന്ന് ഉദ്ധരിച്ച സെക്യൂരിറ്റികൾ ഉദാഹരണങ്ങൾ മാത്രമാണ്, റെക്കമെൻഡേഷൻസ് അല്ല.